ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പറഞ്ഞാൽ നമ്മളൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നില്ല, പകരം ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഡ്രീം ട്രിപ്സ് ഒക്കെ കാണും. ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം കറങ്ങുക, അങ്ങനെയൊക്കെ പല ഡ്രീമുകളുള്ള ഒത്തിരി പേരുണ്ടാവും. അതേപോലെ സ്വന്തം ഡ്രീംസ് എല്ലാം സാക്ഷാത്കരിക്കാൻ ഇറങ്ങിയ ഒരാളെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം ആൽവിൻ ബ്രോ. അപ്പം ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഹിച്ച് ഹൈക്കിംഗ് ചെയ്ത് പോവുകയാണ് പുള്ളി. ഇപ്പോൾ നമ്മുടെ ചൈനയിൽ എത്തിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ പിടിച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരില് കുറച്ച് പേർക്കെങ്കിലും ഈ ഹിച്ച് ഹൈക്കിംഗ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവരാണ്. അവർക്കായിട്ട് എന്താണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോവാണെങ്കിൽ ആ വഴിക്ക് പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടിയിൽ കൈ കാണിച്ചത് നമ്മൾ ബേസിക് ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ലിഫ്റ്റ് എടുക്കുന്നതാണ് ഹിച്ച് ഹൈക്കിംഗ്. അപ്പം ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുന്നതിന്റെ ഗുണം ഫസ്റ്റ് തിങ് നമുക്ക് പൈസ സേവ് ചെയ്യാം. സെക്കൻഡ് തിങ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്കൊരു റൈഡ് ഫ്രീ ആയിട്ട് തരത്തില്ല. ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കും, അവിടുത്തെ കാര്യങ്ങൾ അറിയാം, ലോക്കൽസിനോട് സംസാരിക്കാം. അങ്ങനെ ഒരു നൈസ് പരിപാടിയാണ്, അവിടുത്തെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാം. അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് ഹിച്ച് ഹൈക്കിംഗിന്. അപ്പം ഈ ഹിച്ച് ഹൈക്കിംഗ് എന്താന്ന് അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും ഹിച്ച് ഹൈക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ എല്ലാവരും ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ദുബായ് ടു കേരള ഹിച്ച് ഹൈക്കിംഗ് തീരുമാനിച്ചത്? ദുബായ് ടു കേരള പ്ലാൻ എടുക്കാൻ കാര്യം, ആദ്യത്തെ എന്റെ പ്ലാൻ ഒമാൻ ടു കേരള ആയിരുന്നു. ഞാൻ ഒമാനില വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പം അവിടെ ചെന്ന സമയം പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബൈ റോഡ് പോവാം. അപ്പൊ റൂമിൽ ഒരു വേൾഡ് മാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അടുത്ത് നോക്കി ഇങ്ങനെ റൂട്ട് നോക്കും, ഏതൊക്കെ കൺട്രീസ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം പക്ഷെ എനിക്ക് ഒമാൻ ടു കേരള പോകാൻ പറ്റിയില്ല, ജോലി റിസൈൻ ചെയ്തു. അപ്പം ഫൈനൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ദുബായ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ ദുബായ് ആയിരുന്നു. അങ്ങനെ ദുബായിൽ നിന്ന് പോകാന്നുള്ളൊരു പ്ലാൻ ആക്കി. അപ്പം ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത് അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനു വേണ്ടി ജോബ് റിസൈൻ ചെയ്തു എന്നില്ല, കാരണം 1 month ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഇത് ലീവ് കിട്ടത്തുള്ളൂ. 1 month കൊണ്ട് എന്തായാലും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. അത് ഈ ഹിച്ച് ഹൈക്കിംഗ് ആകുമ്പോഴത്തേക്ക് എന്തായാലും പറ്റത്തില്ല. എനിക്ക് കുറച്ചൊരു മെസ്സേജ് ആയിരുന്നു സഞ്ചാരിയിലെ പോസ്റ്റ് ഒക്കെ കണ്ടിട്ട്, ഗൾഫിലുള്ളവര് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട് 1 month ലീവിന്. 1 month ലീവിന് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ റഷ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോത്തില്ല, നമ്മള് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഞാനെന്ന് പറഞ്ഞ ആദ്യം 2 months പ്ലാൻ ഇറങ്ങിയതാ, പക്ഷെ ഇപ്പം 3 മാസം കഴിഞ്ഞു. ചൈന എത്തിയിട്ടേ ഉള്ളൂ. ചൈന എത്തിയപ്പോഴത്തേക്കും തന്നെ 3 മാസം കഴിഞ്ഞു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് പോവാ. അപ്പം ഈ യൂട്യൂബും വ്ളോഗിങ്ങും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റും ഒന്നും ഇല്ലാതെ ഇതേപോലെ ഹിച്ച് ഹൈക്കിംഗ് ചെയ്ത് പോയിട്ടുള്ളവർ ഒത്തിരിയും കാണും. നമ്മള് അറിയുന്നത് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ വഴി, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ വഴിയാണ് മെയിൻ ആയിട്ട് അറിയുന്നത്. അപ്പം ആൽവിൻ ബ്രോനെ തന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് സഞ്ചാരിയിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ചൈനയിൽ എത്തി. ഓൾറെഡി ബ്രോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇച്ചാങ്കിലോട്ട് വരാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഷെങ്ഡു വഴി നേരെ അങ്ങ് പോകാനുള്ള ലാവോസ് കയറാനുള്ള പ്ലാൻ ആയിരുന്നു. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് ഇച്ചാങ്കിലോട്ട് വന്നു, പിള്ളേരെ കാണാൻ വേണ്ടി മാത്രം വന്നു. കാരണം യാത്രയുടെ ഇടയിൽ മലയാളി പിള്ളേരെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ ദുഷാംബയിൽ ഞാൻ ആദ്യം മലയാളി പിള്ളേരെ കണ്ടു, അതും MBBS പിള്ളേര്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇവിടെ ചൈനയിലെ കണ്ടു. അപ്പം അവരെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ എവിടെയായാലും കാണുന്നുള്ള, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇറാനില് ആരെയും കാണാൻ പറ്റില്ല. ഞാൻ തപ്പിയില്ലെന്നുള്ളതാണ്. ഇന്ത്യൻസ് ഉണ്ട്, ഒരു ഇന്ത്യന്റെ കോൺടാക്ട് കിട്ടിയത്, പക്ഷെ പുള്ളി കാണാൻ പറ്റിയില്ല. തുർക്ക്മെനിസ്ഥാനിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, പുള്ളി എനിക്ക് സഞ്ചാരിലെ പോസ്റ്റ് കണ്ട് മെസ്സേജ് അയച്ചു. ഉസ്ബെക്കിസ്ഥാനിലും ആരെയും കാണാൻ പറ്റിയില്ല, പക്ഷെ തഷ്കന്തിലൊക്കെ മലയാളി പിള്ളേരുണ്ട്. ദുഷാംബയിൽ കണ്ടു, ഇവിടെ എത്തി. ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാറിൽ നമ്മൾ ആരെങ്കിലും കണ്ടുപിടിക്കും. എങ്ങനെയുണ്ടായിരുന്നു ദുഷാൻബേലെ അനുഭവങ്ങള്? ദുഷാൻബേലെ അനുഭവം അടിപൊളിയായിരുന്നു. ഞാൻ ദുഷാൻബേല് അല്ലെങ്കിൽ തജിക്കിസ്ഥാന്റെ എന്റെ പ്ലാൻ ആക്ച്വലി ഒരു 2 ആഴ്ച 14 ദിവസം എന്നുള്ള പ്ലാൻ ആയിരുന്നു. 7 ദിവസം കൊണ്ട് ദുഷാൻബയും അടുത്തുള്ള പഞ്ചകേന്ദ് ഗുജന്തൊക്കെ കാണാം. പമീർ 1 വീക്ക് കൊണ്ട് ക്രോസ് ചെയ്ത് വരുന്നതായിരുന്നു. പക്ഷെ പിള്ളേരുടെ അടുത്ത് എത്തി, മലയാളി പിള്ളേരുടെ അടുത്ത് അവന്മാരോടെ നിന്നു. അവിടെ ഞാൻ 23 ദിവസം നിന്നു പിള്ളേരുടെ. ഭയങ്കര രസമായിരുന്നു. നമ്മുടെ നാട്ടിലെത്തിയ പോലെ, നമ്മുടെ ഈ കംപ്ലീറ്റ് ട്രാവലിന്റെ ഇടയ്ക്ക് ഒരു ഇടത്താവളം പോലെ അവിടെ ആയിരുന്നു. 23 ദിവസം ചോറൊക്കെ കഴിച്ച്, ചോറും ബീഫും ബിരിയാണിയും അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാം കാണുന്നത്. അപ്പൊ അവർക്കായിട്ട് ഉള്ള ഒരു ഇതും കൂടെ ആയിട്ട് ഈ വീഡിയോ. ആൽവിൻ ബ്രോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണ്? ഞാന് മാവേലിക്കരയിലും ചെങ്ങന്നൂരിലുമാണ്. മാവേലിക്കര മാവേലിക്കര ചെങ്ങന്നൂർ രണ്ടും നമ്മുടെ സ്ഥലമാണ്. വീട്ടില് ആരൊക്കെ? വീട്ടില് പപ്പ അമ്മി 2 പെങ്ങന്മാരും അളിയര്, പിന്നെ അനന്തരമുള്ളൂ. അപ്പം വീട്ടിലുള്ളവര് ഈ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വീട്ടിലുള്ളവരുടെ ആ ഒരു സപ്പോർട്ട്
ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഹിച്ച് ഹൈക്കിംഗ് ഒന്നും പറഞ്ഞില്ല. അതാണ് സത്യം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഹിച്ച് ഹൈക്കിംഗ് ആണ് യാത്ര പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യത്തെ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹിച്ച് ഹൈക്ക് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യും, ട്രെയിന്, ടാക്സി ഇല്ല, ട്രെയിന്, ബസ്സസ് ഒക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് ഇറാനിലെത്തിയപ്പോ സാൻഡ്രോ എന്ന് ഒരു ഫ്രണ്ടിനെ കണ്ടു, നമ്മുടെ ചങ്ക്, സ്വിസ്സുകാരൻ. അപ്പൊ അവന്റെ പറഞ്ഞ ലാസ്റ്റ് 2 years ആയിട്ട് ഏഷ്യ ഫുള്ള് ഹിച്ച് ഹൈക്ക് ചെയ്യണം. അവന്റെ കൂടെ കൂടി ഞാൻ 2 വർഷമായിട്ട്. പൊളി മനുഷ്യനാണ്, നിങ്ങൾ അടുത്ത ഇന്റർവ്യൂ കണ്ട ആളാണ്. 2 വർഷമായിട്ട് ഹിച്ച് ഹൈക്ക് ചെയ്യുന്നത്. അപ്പം അവന്റെ കൂടെ കൂടി ഞാൻ അങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്തു ഇറാൻ കംപ്ലീറ്റ്ലി. അപ്പൊ അത് കഴിഞ്ഞപ്പോ കയറി ചെന്നാൽ പിന്നെ ഹിച്ച് ഹൈക്ക് ചെയ്യാം. അങ്ങനെ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ട്രെയിൻ എടുക്കേണ്ടി വന്നു. തജിക്കിസ്ഥാൻ കയറി, തജിക്കിസ്ഥാൻ കംപ്ലീറ്റ്ലി ഹിച്ച് ഹൈക്ക് ചെയ്യുമല്ലായിരുന്നു. പമീർ ക്രോസ് ചെയ്യാൻ ടാക്സി എടുക്കേണ്ടി വന്നു, കാരണം വിന്റർ ആയിരുന്നു. അപ്പം ഇവിടെ എത്തിയപ്പോൾ ട്രെയിനും എടുക്കേണ്ടി വന്നു. സോ എന്റെ യാത്ര മൊത്തത്തിൽ ഹിച്ച് ഹൈക്കിംഗ് അല്ല, മോസ്റ്റ്ലി ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയാം. അപ്പം ഈ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സാൻഡ്രോ ആണ് ഹിച്ച് ഹൈക്കിംഗ് ഗുരു. സാൻഡ്രോനെ പക്ഷെ വഴി വെച്ചല്ലേ കണ്ടിട്ട്? സാൻഡ്രോ ആണ് എന്നെ ഹിച്ച് ഹൈക്ക് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തെന്ന് പറയാം. കാരണം അവന്റെ ഈ 2 years ആയിട്ടുള്ള ഹിച്ച് ഹൈക്കിംഗ്, അതുവരെയുള്ള യാത്ര വന്നിട്ട് അല്ലാതൊരു അത്രേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകാന്നായിരുന്നല്ലോ ആദ്യത്തെ പ്ലാൻ. പിന്നെ മാറി, എന്റെ പ്ലാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ട്രെയിൻ എടുത്തു. എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓവർലാൻഡ് ജേർണി എന്ന് പറയാം. ദുബായ് ടു കേരള ഓവർലാൻഡ്, അതായിരുന്നു ഞാൻ ആദ്യം കൊടുത്ത സഞ്ചാരിയിലെ നമ്മുടെ ഹെഡിങ്. പിന്നെ ഹിച്ച് ഹൈക്കിംഗ് ആക്കി, ബേസിക്കലി ഓവർലാൻഡ് ജേർണി. ഈ യാത്രയിൽ ഹിച്ച് ഹൈക്കിംഗ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഒരു മോശം അനുഭവം പറഞ്ഞു, ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷം പറഞ്ഞു. ഹിച്ച് ഹൈക്കിംഗിലോ അതോ കംപ്ലീറ്റ് ജേർണിയിലോ? കംപ്ലീറ്റ് ജേർണിയില് സന്തോഷം തോന്നിയ ദിവസങ്ങളാണ് എല്ലാ ദിവസവും. കാരണം എവറി ഡേ നമ്മൾ തുടങ്ങുന്നത് എവിടെ പോയി അവസാനിക്കുന്നത് അറിയാൻ വയ്യതായിരിക്കും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കും, വളരെ ഹാപ്പി ആയിട്ട്. മോശം അനുഭവം എന്ന് പറയാനായിട്ട് വലിയ മോശം അനുഭവം ഒന്നും എനിക്കിതുവരെ ഉണ്ടായില്ല. ജേർണിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും അടിപൊളിയാണ്. പിന്നെ അതിനേക്കാളും സന്തോഷം നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റുകൾ ഇടുമ്പോൾ ഇതുപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കും നമുക്ക്. ബ്രോ അടിപൊളി, ഇറ്റ് വാസ് മൈ ഡ്രീം, നിങ്ങളിപ്പോൾ ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മുടെ യാത്ര ആരെങ്കിലും ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷമാണ്. അത് ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് ആണ് ഇങ്ങനെ ഒരു യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ ഹിച്ച് ഹൈക്കിംഗ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്? ഹിച്ച് ഹൈക്കിങ്ങിന്റെ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പം നമ്മൾ വളരെ പേഷ്യന്റ് ആയിരിക്കണം. എനിക്ക് തീരെ പേഷ്യൻസ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പമീറില് -22 തണുപ്പില് 7 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 22 ഡിഗ്രി. ഇവിടെ 1-2 ഡിഗ്രി ആകുമ്പോ തന്നെ നമ്മൾ മൂടി വരച്ച് നിൽക്കുന്നവര്. ഞാൻ ഒരു 4 ലെയർ ഒക്കെ ഇട്ട് ഒരു ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് കൈയൊക്കെ അങ്ങ് ഫ്രീസ് ആയി പോയി. പക്ഷെ അവിടെ നിന്ന് ട്രക്ക് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. പമീർ ഹിച്ച് ഹൈക്ക് ചെയ്യേണ്ടത് ഞാൻ ഡിസൈഡ് ചെയ്തതാ. അപ്പൊ ആ -22 ഡിഗ്രിയില് നല്ല പേഷ്യൻസ് വേണ്ടി വന്നു. കാരണം നമ്മളെടുത്ത ഡിസിഷൻ ആണ് ഹിച്ച് ഹൈക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമ്മളെ തന്നെ എന്റർടൈൻ ചെയ്യുക, പാട്ട് കേൾക്കുക, ഇറ്റ് വിൽ ബി ഫൈൻ, നമ്മള് ഇതും ക്രോസ് ചെയ്ത് പോകുക എന്നുള്ള ഒരു ചിന്തയില് ബി പോസിറ്റീവ്, അത്രേ ഉള്ളൂ. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ വളരെ പേഷ്യന്റ് ആണ്. ക്ഷമയാണ് ഒരു ഹിച്ച് ഹൈക്കറിന് ഏറ്റവും വേണ്ട ക്വാളിറ്റി. അടിപൊളി. അത് നമ്മുടെ ഗുരു സാൻഡ്രോ പഠിപ്പിച്ചു. അപ്പം പമീർ ക്രോസ് ചെയ്ത് വന്നെ. ഈ പമീർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നെറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട്, കുറെ തീവ്രവാദി ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു. എന്തായിരുന്നു ആ പമീർ ക്രോസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്? പമീർ ക്രോസ് ചെയ്തപ്പോ ദുഷാംബേലുള്ള പലരും തന്നെ പറഞ്ഞു പമീറുകള് വളരെ അഗ്രസീവ് ആണ്, ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് കുറച്ചുപേര് പറഞ്ഞു. പക്ഷെ നമ്മുടെ ദുഷാംബേരെ പിള്ളേര് പറഞ്ഞത് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് പമീറുകള്. അപ്പം എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പമീറില് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല മനുഷ്യര്. നമ്മള് സംസാരിക്കുന്നതോന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ വളരെ ചിരി. ഞാൻ പിന്നെ എല്ലാവരും കാണുമ്പോൾ സലാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സംസാരിച്ചു. അപ്പം അടിപൊളി മനുഷ്യരായിരുന്നു. പമീറിൽ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു പമീറിലെ മനുഷ്യര് അടിപൊളിയാണ്. നമ്മളെല്ലാരെയും ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒരിക്കലും അല്ല. നമ്മള് എപ്പോഴും ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് അതിന്റേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. എക്സാക്ട്ലി. അത് അതിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ചില സമയത്ത് അത് പക്ഷെ അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആവും. ഒരാൾ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുമ്പം നമ്മള് വിത്ത് നമ്മുടെ മലയാളി മൈൻഡ് നമുക്ക് ആദ്യം ഒരു പണി വരുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ഇറാനില് കൗച്ച് സർഫിംഗ് ബാൻഡ് ആണ്. അപ്പൊ ഞാൻ സാൻഡ്രോട് ഒരു ദിവസം ഒരു ടാക്സി എടുത്തു. ടാക്സിയിൽ വന്നോണ്ടിരിക്കുക. അത് നമുക്കറിയാത്തൊരു വേർഡാണ് കൗച്ച് സർഫിംഗ്. ഞാൻ ഇത് കഴിഞ്ഞ് കൗച്ച് സർഫിംഗ് എന്താന്ന് പറഞ്ഞുതരാം. അപ്പം കൗച്ച് സർഫിംഗ് ഇറാനിലെ ബാൻഡ് ആണ്. അപ്പം ഞാനും സാൻഡ്രോയും കൂടെ ഒരു ടാക്സിയിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു.
വീട്ടിലെത്തി, വീട്ടിൽ കയറി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ റൂമില് ആ പുള്ളിയുടെ വീട്ടിൽ ബെല്ലടിച്ച ഒരാൾ. അപ്പം ഇങ്ങനെ ടാക്സിക്കാരനായിരുന്നു ബെല്ലടിച്ചത്. അപ്പം നമ്മുടെ റൂം ഓണർ പുള്ളി പറഞ്ഞു, സാൻഡ്രോ നീ എന്തെങ്കിലും ആ ടാക്സിയിൽ മറന്നു വെച്ചിട്ടുണ്ടോ? സാൻഡ്രോ ഒന്നുമില്ല. പുള്ളി പറഞ്ഞു നിന്റെ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു ടാക്സിക്കാരൻ താഴെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ താഴെ പറഞ്ഞു. അപ്പൊ പോകുന്ന വഴിക്ക് എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അപ്പൊ ഞാൻ നമ്മുടെ ഹോസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു, ഈ കൗച്ച് സർഫിംഗ് ഇറാനിൽ ബാൻ അല്ലേ, ഇനി പുള്ളി പോലീസ് ആണോ അല്ലെ CID അങ്ങനത്തെ സെറ്റപ്പ് ആണോ അറിയത്തില്ല, സോ ബി കെയർഫുൾ. ഞാൻ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല. താഴെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സാൻഡ്രോയുടെ പേഴ്സ് പുള്ളിയുടെ വണ്ടിക്കകത്ത് കളഞ്ഞു പോയി. സാൻഡ്രോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പുള്ളി വന്നതാ. അങ്ങനെ ഞങ്ങള് ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് തിരിച്ചു കയറിയപ്പോഴും സാൻഡ്രോ എന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഈ വീട്ടിലോട്ട് വന്ന് കയറി പുള്ളി കണ്ടില്ലല്ലോ, പിന്നെ പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി ഇതാ വീടുന്ന്? അപ്പൊ ഞങ്ങൾ ഓണറിന്റെ അടുത്ത് പിന്നെ ഡൗട്ട് പോലെ പറഞ്ഞു, പുള്ളി നമ്മളെ ഇപ്പൊ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ വന്ന് കയറിയ വീടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പൊ നമ്മുടെ റൂം ഓണർ നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു, പുള്ളി താഴത്തെ എല്ലാ ബിൽഡിങ്ങിലും ബെല്ലടിച്ച് ഇവിടാന്ന് 2 ഫോറിനേഴ്സ് വന്നതെന്ന് ചോദിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വരാം. അപ്പൊ പുള്ളി അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ പേഴ്സണെ തിരിച്ചു വന്നാ. പക്ഷെ നമുക്ക് ആദ്യം തോന്നുന്നത് എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് പക്ഷെ ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. എപ്പോഴും നമ്മൾ ഇച്ചിരി കോൺഷ്യസ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്രീ ഹോം സ്റ്റേ എന്ന് പറയാം. നമുക്ക് ഒരാളുടെ വീട്ടില് താമസിക്കാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു കൗച്ചില് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം. കൗച്ച് സർഫിംഗ് എന്നാണ് അതിന്റെ ബേസിക് ഐഡിയ. അപ്പം അത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും, മെയിൻ സിറ്റീസിലും, ഇറാനിലെ എല്ലാ ചെറിയ സിറ്റീസിലും വരെ ഉണ്ട്. അപ്പൊ അത് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർ പരിപാടിയാണ് കൗച്ച് സർഫിംഗ്. പിന്നെ കൗച്ച് സർഫിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ, കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഫ്രീ സ്റ്റേ എന്നുള്ളതിലുപരി നമുക്കൊരു ലോക്കലിന്റെ വീട്ടിൽ നിൽക്കാം. അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ്, അവർ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. ഹോട്ടലിൽ പോയി ട്രൈ ചെയ്യുന്നതിനേക്കാളും ഒരു ലോക്കലിന്റെ വീട്ടിൽ പുള്ളിയുടെ വീട്ടിൽ പോയിരുന്ന ഫുഡ് ട്രൈ ചെയ്യുന്നതൊക്കെ അടിപൊളി പരിപാടിയാണ്. ഒരു ന്യൂ എക്സ്പീരിയൻസ്, നമുക്കും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. പിന്നെ കൗച്ച് സർഫിംഗ് അമേസിംഗ് പരിപാടിയാണ്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ദുബായിൽ നിന്ന് ഇപ്പൊ നമ്മള് ചൈന വരെ എത്തി അല്ലേ? അപ്പം ഇതുവരെ എത്ര രാജ്യങ്ങൾ കവർ ചെയ്തു? ഇതുവരെ കംപ്ലീറ്റ്ലി ദുബായ്, പേര് പറഞ്ഞോ അല്ലെങ്കിൽ എണ്ണം പറഞ്ഞോ? ദുബായ്, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ചൈന, 5 രാജ്യം. 5 രാജ്യം. ഇനി 5 കൂടെ ഇൻക്ലൂഡിംഗ് ഇന്ത്യ, മൊത്തത്തിൽ 10 രാജ്യങ്ങൾ. അപ്പൊ 10 രാജ്യങ്ങൾ കവർ ചെയ്തിട്ടാണ് ദുബായിൽ നിന്ന് കേരളം വരെ എത്തുന്നത്. ചൈന എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ചൈന ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചൈനക്ക് 11 ദിവസത്തെ വിസ കിട്ടിയുള്ളൂ. അപ്പം അധികം ഒന്നും കറങ്ങാൻ പറ്റത്തില്ല. ചൈന അത്രയ്ക്ക് മാസീവാണ്. നമുക്ക് ചൈനയുടെ ഒരു ചെറിയ മൂലെന്നല്ല, പോകുന്ന വഴിക്കത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടു പോകാനേ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ ഹിച്ച് ഹൈക്കിംഗ് വേണ്ടെന്ന് വെച്ചത്. കാരണം 11 ദിവസം കൊണ്ട് ഒരു റീജിയൻ പോലും ഹിച്ച് ഹൈക്കിംഗ് തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ട്രെയിൻ എടുത്തു. ആദ്യം വന്ന് കയറിയത് കശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സിൻജിയാങ് റീജിയനെ പറ്റി പറയാനാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. സിൻജിയാങ് എന്ന് പറഞ്ഞാൽ ഉയ്ഗൂർ എന്ന് പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇറ്റ്സ് ലൈക്ക് എ വാർ സോൺ, അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നൊക്കെ ഞാൻ ഒരുപാട് വായിച്ചായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ഭയങ്കര പോലീസ് ചെക്കിംഗ് ആണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർ നല്ല അടിപൊളി മനുഷ്യരാണ്. പക്ഷെ അവർക്ക് പേടിയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്. അപ്പൊ ആൾക്കാരോട് നമ്മളോട് ടൂറിസ്റ്റോട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അവിടുത്തെ. അപ്പം അതെനിക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബോർഡുകളും എല്ലാം അറബിക്കിലും ചൈനീസിലും എഴുതിയിട്ടുണ്ട്. ആൾക്കാരും മുസ്ലിംസ് ആണ് കൂടുതലും. അപ്പം അവരുടെ ലുക്കേ വരാണ്. ഒരു സെൻട്രൽ ഏഷ്യന്ന് നമ്മൾ ചൈനയിലോട്ട് കയറുന്നതിന്റെ ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് നമുക്ക് അവിടെ വെച്ച് മനസ്സിലാവും. മിക്സ്ഡ് ആൾക്കാരാണ്, കിർഗിസ്, തജിക് ആൾക്കാരാണ്. ഫുഡ് അടിപൊളിയാണ് അവിടുത്തെ. അപ്പൊ ചൈനയെ പറ്റി എനിക്കൊരു അങ്ങനെ ഒരു പിക്ചറായി നമുക്ക് ഇല്ലല്ലോ. നമുക്ക് ചൈനീസ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൊഹമുള്ള ആൾക്കാര്, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങള്, നൂഡിൽസ്, ഇതൊക്കെയാണ് നമുക്ക് ചൈന എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടെ. പിന്നെ ഇങ്ങനത്തെ ഇപ്പം ചെങ്ഡു എത്തിയപ്പോഴത്തേന് ഡിഫറെന്റ് ആൾക്കാര്. പിന്നെ ചെങ്ഡു എത്തിയപ്പോഴത്തെ ഗ്രീനറി കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ നാടെത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഗ്രീനറി കണ്ടപ്പോൾ. അങ്ങനെ ചൈന സോഫ അടിപൊളി. നമ്മളിപ്പോ ചൈനയില് 5 വർഷമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഷിൻജിയാങ് റീജിയനെ കുറിച്ച് അധികം അങ്ങോട്ട് അറിയത്തില്ല. അതെന്ന് പറയുമ്പോൾ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ് ഷിൻജിയാങ് റീജിയൻ. അത് ഇനിയിപ്പോ ഇതേപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രോ എന്ന് കൊടുക്കുന്ന ഒരു സജഷൻ എന്താണ്? ഷിൻജിയാങ്ങിനെ പറ്റി ഞാൻ വായിച്ചറിഞ്ഞത് ബ്ലോഗിൽ നിന്നൊക്കെയാണ്. അപ്പം ഒരുപാട് പേര് ബ്ലോഗ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ട്രാവൽ ചെയ്തവരുടെ. ഒരുപാട് പ്ലാനിങ്ങുമായിട്ടൊന്നും യാത്ര ചെയ്ത ഒരാളല്ല ഞാൻ. അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും മണ്ടത്തരങ്ങളും ഞാൻ കാണിച്ചു. അപ്പം പ്ലാനിങ് കംപ്ലീറ്റ്ലി വേണമെന്ന് ഞാൻ പറയത്തില്ലെങ്കിലും ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. പോകാൻ പോകുന്ന റൂട്ടിനെ പറ്റി ഫുള്ളി പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുള്ളി പ്ലാൻ ആയി കഴിഞ്ഞാൽ അതുപോലെ ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല. അതൊരു ഭയങ്കര പരിപാടിയായിരിക്കും. അപ്പം ഒരു ഐഡിയ ആണ് നമ്മൾ പോകുന്ന റീജിയനെ പറ്റി. അവിടെ ഇപ്പം എസ്പെഷ്യലി ഇപ്പൊ അമീർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഹിച്ച് ഹൈക്കാൻ പറ്റത്തില്ല. ഇത്രയും ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ് അവിടെ. റോഡെന്ന് പേരേ ഉള്ളൂ, റോഡൊന്നും ഇല്ല. അപ്പൊ അതുപോലെ സിൻജിയാങ് റീജിയൻ അതുപോലെ പ്രശ്നമുള്ള റീജിയൻസ് ആണ്. എങ്ങനെയൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം,
പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നെറ്റൊക്കെ കിട്ടുമോ, VPNs ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി പോകുന്നതാണ്. ഇപ്പൊ ചൈനയിൽ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്നും നടക്കത്തില്ല. ഏത് VPN വേണം, VPN കൊണ്ടുവന്നാൽ പോലും ബോർഡറിൽ പോലീസ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ VPN ഒരു APK ഫയലൊക്കെ നൈസായിട്ട് അവിടെ ഒളിപ്പിച്ച് നോക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സേഫ് ആയിട്ട് വരിക. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് യൂട്യൂബ്, ഫേസ്ബുക്ക് ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്നത്. അപ്പം അവര് യാത്രയ്ക്ക് ആ ഓർമ്മ എന്നുള്ള രീതിയിൽ ഒത്തിരി സൊവനീസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതേപോലെ ബ്രോ എന്തെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ട്രിപ്പ് തുടങ്ങിയപ്പോഴേ പ്ലാൻ ചെയ്തായിരുന്നു സൊവനീർസ് ഒന്നും വാങ്ങിക്കണ്ട. കാര്യം ബാക്ക് പാക്കിംഗ് കൊണ്ടാണ് പോകുന്നത്. വേറെ നമുക്ക് വെക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. ബാക്ക് പാക്കിൽ ഓൾറെഡി തിങ്ങി നിറഞ്ഞ് 10-12 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ സൊവനീർസ് ഒന്നും വാങ്ങിക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ സേഫ് ആയിട്ട് നാട്ടിൽ എത്തുന്ന ഡൗട്ടാ. പക്ഷെ ലക്കിലി എനിക്ക് എല്ലാ കൺട്രീസിൽ നിന്നും ഓരോ സൊവനീർസ് കിട്ടുമായിരുന്നു. ഇത് ഒരു അടിപൊളി എക്സാമ്പിൾ ആണ്. ഞാൻ തുർക്ക്മെനിസ്ഥാനിൽ ഒരു ട്രെയിനിലായിരുന്നു. അപ്പം അവിടെ വെച്ച് ആ ടൈമിൽ നവംബർ 10 തോന്നുന്നു, 15 എന്റെ ബർത്ത്ഡേ എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ പാസ്പോർട്ടിൽ ഇങ്ങനെ ഓരോ വിസ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. അപ്പൊ എന്റെ ഇത് കണ്ടപ്പോഴത്തേന് അതിനകത്തൊരു ചേച്ചി ഒരു തന്നു. അന്നേരപ്പോ തന്നെ ഇത് ചൈനയിൽ നിന്ന് കിട്ടിയതാ. നവംബർ അല്ല, നമ്മുടെ ഡിസംബർ 31 ന്യൂ ഇയറിന്റെ അന്ന് നൈറ്റ് കിട്ടിയ ന്യൂ ഇയർ ഗിഫ്റ്റ്. അങ്ങനെ കുറെ സോനിയാസ് കിട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ കറൻസീസും കോയിൻസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് ബ്രോയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ എന്തുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കറങ്ങണമെന്നൊക്കെ പ്ലാൻസ് ഉണ്ട്. ബാക്കി കൺട്രീസ് ഒക്കെ പോകണം. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കറങ്ങണമെന്നുണ്ട്. ഐ മീൻ എല്ലായിടത്തും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബേസിക്കലി ഫ്ലൈറ്റ് എടുത്ത് പോകാൻ എനിക്ക് ആക്ച്വലി വലിയ താല്പര്യമില്ല. പക്ഷേ ഫ്ലൈറ്റ് എടുക്കാൻ പല സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തില്ല. സൈക്കിൾ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ക്ലിഫിൻ ബ്രോ, പിന്നെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ഡോണ, ഹാസിഫ് എന്ന് പറയുന്ന 3 പേരും കൂടി ഇപ്പൊ നാട്ടിൽ നിന്ന് ടോക്കിയോയിലോട്ട് സൈക്കിൾ ചെയ്യുന്നുണ്ട്. ടോക്കിയോ? ജപ്പാനിലോട്ട് സൈക്കിൾ ചെയ്ത് പോവാണ്. അവരുടെ വീഡിയോസ് നിങ്ങൾ കാണാം, സൂപ്പർ ആയിരിക്കും. യൂട്യൂബ് ചാനലുണ്ട്, സ്നെയിൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ചാനലുണ്ട്, സൂപ്പർ. അപ്പം അതുപോലെ സൈക്കിൾ ചെയ്യാൻ അവരെന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ക്ലിഫിൻ ബ്രോ പുള്ളി ദുബായിൽ നിന്ന് റഷ്യ വരെ നമ്മുടെ വേൾഡ് കപ്പ് കാണാൻ സൈക്കിൾ ചെയ്ത് പോയതാണ്. അപ്പൊ അങ്ങനെ സൈക്ലിംഗ് എനിക്കൊരു പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് ട്രിപ്പ് സൈക്കിൾ ചെയ്താൽ പോകാനുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൈക്ലിംഗ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ നല്ല എവിടെ ആയിരിക്കും അറിയില്ല, പക്ഷെ സൈക്ലിംഗ് ഹിച്ച് കുറെ കൂടെ ചലഞ്ചിങ് ആണ്. എനിക്ക് ഈ യാത്ര മനസ്സിലായത് നമ്മൾ സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും സ്ഥലം ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പം ഹിച്ച് ഹൈക്ക് ചെയ്താൽ പോലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോവാണ്. ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് സൈക്കിൾ ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സോ നെക്സ്റ്റ് ഞാൻ സൈക്ലിംഗ് ആയിരിക്കും. അപ്പം നമ്മുടെ ആൽബിൻ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയായിരുന്നു. കാരണം ഇത്രയും ഒരു ദൂരം ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ, അതും സോളോ ട്രിപ്പില്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് ഒരു സെറ്റപ്പില് അല്ലേ, എന്താ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിനുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെയാണല്ലോ ഇതേപോലെ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വേണ്ടിട്ട് 2 ടിപ്സ് അല്ലെങ്കിൽ 2 വാക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും? ഞാൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു, അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻസ്പയർ ചെയ്തൊരു കോട്ടുണ്ട്. നമ്മുടെ ഒരു ഇറാനിയൻ പോയറ്റാണ് ആള്. ആളുടെ പേര് ഒമർ ഖയാം ആണ്. നമ്മുടെ പഴയ ഒരു മലയാള പാട്ടിനകത്തില്ലേ ഒമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രം, അതേ ഒമർ ഖയാം. അപ്പൊ പുള്ളിയുടെ ഒരു കോട്ടാണ്. അതിന്റെ പേര് ഐ മീൻ അതിങ്ങനെയാണ്, ബി ഹാപ്പി ഫോർ ദിസ് മൊമെന്റ് ഈസ് യുവർ ലൈഫ് എന്ന് പറയും. അപ്പം ഈ യാത്ര ഞാൻ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് നമ്മുടെ ഓരോ മൊമെന്റും ഇങ്ങനെ വരുമ്പോൾ അതങ്ങ് എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലൈഫ്. നാളെ പറ്റി വലിയ വറീസ് ഒന്നും വേണ്ട. അതാണ് ഞാൻ ഈ ഒരു യാത്രയിൽ പഠിച്ചത്. അപ്പം എനിക്ക് വലിയ സജഷൻ കൊടുക്കാനും മാത്രം നമ്മൾ വലിയ ആളൊന്നും അല്ലെങ്കിലും ബി ഹാപ്പി ഫോർ ദിസ് മൊമെന്റ്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്തോ ചെയ്യുന്നുള്ളൊരു വലിയ വറിയൊന്നും വേണ്ട. അത് നമ്മുടെ ഇന്നത്തെ സന്തോഷം കൊണ്ട് കളയുമെന്ന് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തു. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ റിയലൈസ് ചെയ്തു. സോ ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ വേണം. പക്ഷെ ഫ്യൂച്ചറിനെ പറ്റി ആരും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴാണ് ഈ മൊമെന്റ് ആണ് നമ്മുടെ ലൈഫ്. ഈ ചായ കുടിക്കുന്ന ഈ മൊമെന്റ് ആണ് നമ്മുടെ ലൈഫ്. എൻജോയ് ഇറ്റ്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആൽബിൻ ബ്രോയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ആൽബിൻ ബ്രോയുടെ ബാക്കി യാത്രാ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ അധികം വീഡിയോ ഇട്ടിട്ടില്ല, എന്നാലും ഈ യാത്രയുടെ മുഴുവൻ വീഡിയോ അതിനകത്ത് ഉടൻ തന്നെ വരും. അപ്പം അതൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആൽബിൻ ബ്രോനെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫോളോ ചെയ്യുക. റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി ഇനിയിപ്പം നാട്ടിൽ വരെ എത്തുന്ന ആ ഒരു യാത്രക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ഓഫ് കോഴ്സ് കാണാം. ഓക്കെ.